നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭയങ്കര തലവേനയടി, കുറെ വെയിലുണ്ട്. ബാമെന്തെങ്കിലും വേണോ? നോക്കട്ടെ, കുറച്ചേരം കഴിഞ്ഞാൽ മാറുമായിരിക്കും. കുറെ നേരം വെയിലും ഉണ്ടാ മൈഗ്രെയിൻ വരും കേട്ടോ. നിനക്കൊരു ഹാറ്റ് വെച്ചൂടെ? ഏട്ടാ കോൾ എടുത്തൂടെ? പിന്നെയും പിന്നെ അവര് വിളിക്കുന്നത് കാണുന്നില്ലേ? ഏട്ടൻ എന്തിനാ കട്ട് ചെയ്ത് വിടുന്നേ? ഓ അതോ, അതൊരു കുരിശ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കോൾ ചെയ്യുന്നത്. അതിന് ഏട്ടന് ഭ്രാന്താണെന്ന് അവർക്കറിയില്ലല്ലോ. ഒന്നെങ്കിലും ഫോൺ എടുത്ത് കാര്യം പറയണം, അല്ലെങ്കിൽ ഇങ്ങത്താ ഞാൻ പറയാം. ഏട്ടന് ഭ്രാന്താണ്, ഭ്രാന്ത് മാറുമ്പോ ഭ്രാന്തൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും എന്ന്. ആഹാ, നിന്റെ ഭ്രാന്തേ ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. ഫയൽ കൊണ്ട് ഏട്ടത്തി കൊടുക്ക. ഈ കണക്കിന് പോയാലേ ജീവിതത്തിൽ തലവേദന മാറാനേ പോകുന്നില്ല സന്ദീപേ. ഈ സിമ്പലുകള് ഞാൻ പല സിനിമയിൽ കണ്ടിട്ടുള്ളതാ. ഇപ്പോഴാ ഏട്ടന്റെ ഭ്രാന്തിന്റെ കറക്റ്റ് കാര്യം എനിക്ക് മനസ്സിലായേ. ആരാള്? അച്ചുവെടുത്തി എന്ന് പറഞ്ഞ ആ മിസ് കോൾ അല്ലേ മോനെ സന്ദീപേ? ഓടി മനക്കെഴുതേ, നീ ആ ഫയൽ കൊണ്ട് കൊടുക്ക. ഇപ്പൊ മനസ്സിലായി. ഞാൻ പോയാലല്ലേ മോന് വിശാലമായി കിടന്ന് സൊല്ലാൻ പറ്റൂ. ഇതിങ്ങ് ആദ്യമേ പറഞ്ഞാ പോരായിരുന്നോ? ഇങ്ങനെ തലവേദനയും ക്ഷീണവും ഒക്കെ അഭിനയിച്ച് കഷ്ടപ്പെടണമായിരുന്നോ? ഞാൻ മാറി തരുമായിരുന്നല്ലോ. നീ ആ ഫയൽ കൊണ്ട് കൊടുക്ക. ഞാൻ പോയേക്കാവേ. കിളിക്കാൻ കണ്ട നേരം മനുഷ്യന്റെ വിലകളയാൻ വേണ്ടി. എന്തോ കാര്യമായി കുഴപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യില്ല. ഇനി വല്ല മീറ്റിംഗിലും മറ്റോ ആണോ? പിന്നെ സ്വിച്ച് ഓഫ് ആക്കിയത് എന്തിനാ? ഇനി എന്നോട് വല്ല നീരസവും കാണുമോ? ഒന്നും അറിയാൻ ഒരു വഴിയില്ലല്ലോ എന്റെ ദേവി. നമ്മുടെ ഒരു വലിയ ടെൻഷൻ കഴിഞ്ഞു ചേച്ചി. പക്ഷേ ഡോക്ടർ പറഞ്ഞത് 100% വിശ്വസിക്കാൻ പറ്റുമോ? അത് നിന്റെ കയ്യിലിരിക്കുന്ന ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഡോക്ടർമാരിനി കള്ളം പറഞ്ഞാലും ശാസ്ത്രീയ പരിശോധനകൾ കള്ളം പറയില്ലല്ലോ. അത് ശരിയാ. എന്നോടിപ്പോ മൃദുല ഡോക്ടർക്ക് കള്ളം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, അർച്ചനയുടെ ബാക്ക് ഹിസ്റ്ററി ഒന്നും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ച് അർച്ചന തികച്ച ഒരു പുതിയ പേഷ്യന്റാ. അവർക്ക് അവളുടെ റിപ്പോർട്ട് കണ്ടിട്ട് വിഷമം തോന്നിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ റിപ്പോർട്ട് വിശ്വസനീയമാണ്. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം ഏതാണോ അതുപോലെ വിശ്വസിക്കാം. എനിക്കും ഇപ്പൊ നല്ലപോലെ ബോധ്യായി. ഇതോടുകൂടി അവളുടെ അധ്യായം അവസാനിച്ചു. ഇനിയാണ് നമ്മുടെ കളികൾ തുടങ്ങുന്നത്. അല്ല ചേച്ചി? ആരുടെ അധ്യായം അവസാനിച്ചു എന്നാ നീ പറയുന്നേ? എന്താ ഫയലില്? ഇങ്ങ് താ നോക്കട്ടെ. അതിന് താ നോക്കട്ടെ. തരാൻ പറഞ്ഞില്ല, ഞാൻ നോക്കട്ടെ. നിന്നെ കാണിക്കേണ്ട ഫയലല്ല. അതിനകത്ത് ഇത്ര രഹസ്യം എന്താന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇങ്ങ നീ ആ ഫയല് ഇത്ര മാത്രം രഹസ്യം ഒളിപ്പിക്കണമെങ്കിൽ വിടും. അതിലെന്തോ കാണുമല്ലോ. പിന്നെ നിന്റെ ഡയലോഗ്. ഇതൊക്കെ ഗുസ്തികളാണോ? രണ്ടുപേരോട് കിടന്ന് യുദ്ധം ചെയ്യാൻ? ചേച്ചി, ഇവർക്ക് ഈ ഫയല് കാണണമെന്ന്, ഇതിനകത്തുള്ള രഹസ്യം അറിയണമെന്ന്, അതിനു വേണ്ടി എന്നെ ഉപദ്രവിച്ചതാ. എന്താ സ്നേഹമോളെ ഇങ്ങനെ? ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ ഈ ഫയൽ ഏട്ടത്തിക്ക് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. അപ്പോഴവള് ഈ ഫയൽ നോക്കിക്കൊണ്ട് അവളുടെ അധ്യായമൊക്കെ അവസാനിച്ചു എന്നും നമുക്കിനി കളി തുടങ്ങാന്നൊക്കെ പറയുന്നത് കേട്ടത്. അപ്പൊ അതിലെന്തെങ്കിലും രഹസ്യം കാണുമല്ലോ, അതാ ചോദിച്ചേ. അതിലൊരു രഹസ്യമില്ല മോളെ. എന്ത് രഹസ്യം ഉണ്ടാവാനാ? മോള് വായിച്ചു നോക്കിക്കോ. അതിങ്ങിതാ, സ്നേഹം ഒന്ന് വായിച്ചു നോക്ക.
കാണിച്ചേ. ഇതിനകത്ത് എന്താന്ന് അറിയേണ്ട ഒരു കാര്യവും എനിക്കില്ല ഏട്ടത്തി. ദാ ഇത് ഏട്ടത്തി തന്നെ വെച്ചോ. ഈ ഫയലൊന്ന് നോക്കി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു. ഉം. നല്ല ഒന്നാം തരം തല്ലു തരേണ്ടതാ നിനക്ക്. ഒരു നിമിഷം ഞാൻ ആകെ തകർന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഒക്കത്തിന് കാരണക്കാരൻ നീയാ. എത്ര പറഞ്ഞിട്ട് നീ തിരുത്തുന്നില്ലല്ലോ എനിക്ക്. വലിയ CBI പോലെ എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഞാനിത് കൊടുക്കാതെ വെച്ചിരുന്നതല്ലേ. അതൊരു തന്ത്രമായിരുന്നു. എനിക്കറിയാം അവള് തുറന്നു നോക്കില്ലെന്ന്. എന്നിട്ട് അവള് തുറക്കാൻ പോയല്ലോ. തുറന്ന് വായിച്ചിരുന്നെങ്കിലോ? അതിനു മുമ്പേ ഞാൻ എന്തെങ്കിലും സെന്റിമെന്റ്സ് പറഞ്ഞ് അത് തിരികെ വാങ്ങിയേനെ. എനിക്ക് തന്ത്രം കളിച്ചല്ലേ ഒക്കൂ. നിന്റെ വിടുവായിത്തരം കുറയ്ക്കണം. ഡയലോഗുകള് അന്തരീക്ഷത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ 1000 വട്ടം പറഞ്ഞ് പറഞ്ഞ് പ്രാവർത്തികമാക്കണം. അതാണ് മിടുക്ക്. ഇതിനി തൊട്ടു പോരുത് നീ. കലപില സംസാരിച്ചുകൊണ്ട് നടന്ന ആദിക്ക് ഇപ്പൊ എന്താ പറ്റിയത്? എന്തിനാ ഇത്രയും മൂഡ് ഓഫ്? മനസ്സിനകത്ത് വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെ. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഊഹിക്കാതെ തന്നെ പറയാൻ പറ്റും. പറയട്ടെ. ഇതൊക്കെയാണ് ഞാൻ നിന്നോട് ആദ്യമേ വളച്ചു കെട്ടിയാണെങ്കിലും പറഞ്ഞത്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ സ്മിതേ. ഞാനായിട്ട് വഴക്ക് കൂടാനോ എന്തെങ്കിലും പറയാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ പിന്നെ വിളിക്കുന്നില്ല. ഞാൻ വിളിച്ച ഫോൺ കട്ടാക്കും. കമ്പനിയുടെ ഉത്തരവാദിത്വമൊക്കെ ഉള്ളതല്ലേടി, അതിന് തിരക്ക് കാണും. നിനക്കിപ്പോ നിന്റെ ചേച്ചിയുടെ സുഖ വിവരം അറിയണം. അതറിയുന്നില്ലേ? ചേച്ചിക്ക് സുഖമാണ്. പിന്നെന്താ? നിനക്ക് അത് മാത്രം അറിഞ്ഞാ പോരെ? പിന്നെന്തിനാ നീ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നേ? നീ സന്ദീപിനെ ദിവസവും വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും തന്നെ ചേച്ചിയുടെ സച്ചേടന്റെ വിശേഷങ്ങൾ അറിയാനല്ലേ. അവൻ വിളിക്കുന്നില്ലെങ്കിൽ വിട്ടേക്കണം. അതറിയാൻ അവൻ തന്നെ വേണം. അവന്റെ അനുജത്തെ വിളിച്ചാ പോരെ? അതല്ലടി, എല്ലാ ദിവസവും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം എല്ലാം അവസാനിക്കുമ്പോ ഒരു വിഷമം തോന്നില്ലേ? അതാ. ഇതിനാണ് മോളെ നാട്ടിലെ ആൾക്കാരൊക്കെ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത്. ഇതാ നിന്റെ വിഷമത്തിന്റെ കാരണമെന്ന് എനിക്കറിയായിരുന്നു. അയ്യടി, പ്രേമമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. നിന്നോട് ഇതൊക്കെ പറഞ്ഞ എന്നെ ആദ്യം പറയണം. പിന്നെ അവസാനം പൂച്ച പാല് കുടിക്കുന്ന പോലെ നിന്റെ പ്രേമം നാട്ടുകാരൊക്കെ അറിയുമ്പോഴേ നിനക്ക് മനസ്സിലാവും. ഒരു ദിവസം മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഭ്രാന്ത്, വിളിച്ചില്ലെങ്കിൽ ഭ്രാന്ത്, എന്നിട്ടോ തമ്മിലൊന്നും ഇല്ല പോലും. മോളെ ആതിരേ, അസുഖം എനിക്ക് മനസ്സിലായി. അവസാനം ഡോക്ടറെ കാണിക്കാൻ ഇടവരുത്തരുത്. നാളെ കാണാം കേട്ടോ. ബൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.